കഴിഞ്ഞ മാസം ജൂൺ 12-നാണ് ഇന്ത്യയെയും ലോകത്തെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടാകുന്നത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് ക്രാഷായി. ടേക്ക് ഓഫ് ചെയ്ത ഉടനെ ഏതാനും സെക്കൻഡ്സിനുള്ളിൽ അത് ക്രാഷായി. ക്രാഷായത് അതിൽ ഒരാൾ മാത്രമാണ് സർവൈവ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ട് ഈ പ്ലെയിൻ ക്രാഷായി എന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നപ്പോൾ ആദ്യം തന്നെ കണ്ടെത്തിയ ഒരു കാര്യം ഡ്യുവൽ എഞ്ചിൻ ഫെയിലിയർ ആണ്. എന്തുകൊണ്ട് ഈ ഡ്യുവൽ എഞ്ചിൻ ഫെയിലിയർ ഉണ്ടായി എന്ന് നോക്കിയപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും സെക്കൻഡ്സിനുള്ളിൽ തന്നെ 2 ഫ്യുവൽ കൺട്രോൾ സ്വിച്ച് ഉണ്ട് ഫ്ലൈറ്റിൽ. ഈ 2 ഫ്യുവൽ കൺട്രോൾ സ്വിച്ചും 1 സെക്കൻഡ് ഡിഫറൻസിൽ റൺ മോഡിൽ നിന്ന് കട്ട് ഓഫ് മോഡിലേക്ക് മാറ്റപ്പെട്ടു. ഇങ്ങനെ മാറ്റിയത് കാരണം ഡ്യുവൽ എഞ്ചിൻ ഫെയിലിയർ ഉണ്ടായതായും പിന്നീട് അത് റൺ മോഡിലേക്ക് മാറ്റിയെങ്കിലും ആവശ്യത്തിന് ത്രസ്റ്റ് കിട്ടാത്തത് കാരണം ഈ ഫ്ലൈറ്റ് ക്രാഷായി എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് US മീഡിയയിൽ രണ്ട് ദിവസമായിട്ട് വരുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ സുമിത് സബർവാളിന് മെന്റൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ട് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഈ ഫ്യുവൽ കൺട്രോൾ സ്വിച്ച് 2 സ്വിച്ചും റൺ മോഡിൽ നിന്ന് കട്ട് ഓഫ് മോഡിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. ഇത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്നാണ് US മീഡിയ വാദിക്കുന്നത്. പക്ഷേ അതിനെതിരായിട്ട് ഒരുപാട് പൈലറ്റ്സ്, അദ്ദേഹത്തെ അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന റീസൺസ് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് സുമിത് സബർവാൾ ഒരിക്കലും അങ്ങനെയൊന്ന് ചെയ്യില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഈ വിമാനം തകർക്കില്ല എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാരണം അദ്ദേഹം ഫ്ലൈറ്റിൽ കയറുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ഫാദറിനെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഫാദറിനെന്ന് പറഞ്ഞാൽ 88 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. ഫാദർ മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാദറിനെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ ലണ്ടനിൽ ചെന്നതിന് ശേഷം വിളിക്കാം. രണ്ടാമത്തെ കാരണം ഇദ്ദേഹത്തിൻ്റെ നെയ്ബറായിട്ടുള്ള ഒരു സ്ത്രീ, അതായത് ഇദ്ദേഹം ഈ ഫ്ലൈറ്റിൽ പോകുന്നതിന് മുൻപ് പോകുന്നതിന് മുമ്പ് ഈ സ്ത്രീയെ കാണുന്നു. ഈ കാണുന്ന സമയത്ത് ഇവർ കാഷ്വലി ചോദിക്കുന്നുണ്ട്, യുവർ ഫാദർ ഈസ് ടു ഓൾഡ് ടു ബി അലോൺ എന്ന് പറയുന്നു. അപ്പോൾ അതിന് ഇദ്ദേഹം പറയുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 1 or 2 ഫ്ലൈറ്റ്സ് ലെഫ്റ്റ്, ദെൻ ഐ എം ഗോയിങ് ടു ബി വിത്ത് മൈ ഫാദർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇങ്ങനെ ഒന്ന് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നെയ്ബേഴ്സ് പറയുന്നത് എപ്പോഴൊക്കെ അദ്ദേഹം ഫ്ലൈ ചെയ്യാത്ത സമയത്തെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഫാദറിന് ഈവനിങ് ടൈംസിൽ അദ്ദേഹത്തിൻ്റെ ഫാദറിനെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം നടക്കാൻ പോകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദറിനോട് അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നും അദ്ദേഹം ഏർലി റിട്ടയർമെന്റ് ആഗ്രഹിച്ചിരുന്നു എന്നുമാണ് പറയുന്നത്. മറ്റുള്ളവർ അദ്ദേഹത്തെ റെഫർ ചെയ്യുന്നത് തന്നെ വളരെ ഒരു കൈൻഡ് മാൻ ആണ്, അദ്ദേഹത്തിന് ഒരു വളരെ കാമായിട്ടുള്ള ഒരു ഫേസ്, നല്ലൊരു സ്മൈലുള്ള ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ പറയപ്പെടുന്നത് തന്നെ. അപ്പോൾ ചില US മീഡിയ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മദർ മരിച്ചുപോയി, അപ്പോൾ അദ്ദേഹം ഡിപ്രഷനിലായിരുന്നു, അതുകൊണ്ടാണ് ഇദ്ദേഹം ലീവ് എടുക്കുകയും ഇദ്ദേഹത്തിൻ്റെ മെന്റൽ ഇഷ്യൂസ് കാരണം ഇദ്ദേഹം ലീവ് എടുത്തു എന്നും അതുകൊണ്ടാണ് അതിനുശേഷമാണ് ഈ ഫ്ലൈ ചെയ്യാൻ വേണ്ടി തിരിച്ച് ജോയിൻ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ആഫ്റ്റർ ഇദ്ദേഹം ഒരുപാട് ദിവസം ലീവ് എടുത്തു എന്ന് പറയുന്നു. പലരുടെയും പറയുന്നത് കേട്ട് ഇദ്ദേഹത്തിൻ്റെ മദർ മരിച്ചിരിക്കുന്നത് കോവിഡ് ടൈമിലാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഒന്നാമത്തെ റീസൺ. ചിലർ പറയുന്നുണ്ട് 2 വർഷം മുമ്പ് വന്നും ചില സോഴ്സസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് 2 വർഷം മുൻപാണെന്ന് പറയുന്നു, ചിലർ കോവിഡ് ടൈമിലാണെന്ന് പറയുന്നു. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ മദർ മരിച്ചിട്ട് കുറച്ച് കാലമായി. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഫാദർ തനിച്ചാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ലീവ് എടുത്തത് ഒബ്വിയസ്ലി ഇദ്ദേഹത്തിൻ്റെ ഫാദറിനെ ടേക്ക് കെയർ ചെയ്യുന്നത്, പ്രായമായ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത്, അദ്ദേഹത്തിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹം മെഡിക്കൽ ലീവ് എടുത്തിരിക്കുന്നു എന്ന് പറയും. അദ്ദേഹം ഏതായാലും ആരായാലും ലീവ് കിട്ടാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി ആ ലീവ് ആയിരിക്കും എടുക്കുന്നത്. മെഡിക്കൽ ലീവ് എടുക്കുന്നത് അദ്ദേഹത്തിന്റെ ജോലി പോകരുത്, അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യണം എന്ന് ആ സമയത്ത് മദർ മരിച്ച സമയത്ത് അദ്ദേഹം വിചാരിച്ചു കാണുന്നത് ഉടനെ തന്നെ ജോലി ആരും കളയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ഒരു മെഡിക്കൽ ലീവ് എടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഹാബിറ്റ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ്, അദ്ദേഹത്തിന് അടുത്തറിയാവുന്നവർ പറയുന്നത്
ഇദ്ദേഹം മദ്യപിക്കാറില്ല, സ്മോക്ക് ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് ഒരു വിധത്തിലുള്ള ബാഡ് ഹാബിറ്റ്സ് ഇല്ല. അദ്ദേഹത്തിന് മാരേജിലുള്ള ഇഷ്യൂ, അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല, അദ്ദേഹത്തിന് കുട്ടികളില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് പേഴ്സണൽ ഇഷ്യൂസ് മറ്റൊന്നുമില്ല. അദ്ദേഹം ആകെപ്പാടെ അദ്ദേഹത്തിന്റെ ഫാദറിനെ ടേക്ക് കെയർ ചെയ്ത് ജീവിക്കുക. അദ്ദേഹത്തിന് ഫാദറിന് ഒരു സഹായമായിട്ട് ഏർലി റിട്ടയർമെന്റ് എടുത്ത് ഫാദറിന്റെ കൂടെ നിൽക്കുക എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന് ത്തിന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത്. അടുത്ത റീസൺ എന്ന് പറയുന്നത്, കോ പൈലറ്റ് അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ ഫ്യുവൽ കൺട്രോൾ സ്വിച്ച് കട്ട് ഓഫ് മോഡിലേക്ക് മാറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ആരും അദ്ദേഹത്തിന്റെ ഈ ഒരു ലൈൻ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുപോലെ അടുത്തതായിട്ട് പറയുന്നത്, US മീഡിയ പറയുന്നത്, കോ പൈലറ്റ് വളരെ പാനിക് ആയിരുന്നു, ഇത് ക്രാഷ് ആകാൻ പോവാന്ന് പറഞ്ഞപ്പോൾ കോ പൈലറ്റ് വളരെ പാനിക് ആയിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ സുമിത് സബർവാൾ വളരെ കാം ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ നേച്ചർ തന്നെ അദ്ദേഹം ഒരു വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ നേച്ചർ അങ്ങനെയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റിനുമുണ്ട്. അതായത് വളരെ ഒരുപാട് എക്സൈറ്റഡ് ആയി സംസാരിക്കാത്ത, ഒരുപാട് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ഒരുപാട് ഡൗൺ ആകാത്ത, വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഉണ്ട്. അവര് എത്ര വലിയ പ്രശ്നം വന്നാലും അവരത് അവരുടെ മുഖത്ത് കാണിക്കില്ല. ചില മനുഷ്യർ വളരെയധികം എക്സ്പ്രസ് ചെയ്യും, ചില മനുഷ്യർ എക്സ്പ്രസ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നേച്ചർ അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ തന്നെ ഹി റിമൈൻഡ് ഇൻ എ കാം സ്റ്റേറ്റ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നീട് തോന്നുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള ഇന്റൻഷൻ എന്ന് പറയുന്നത് ഈ ഫ്ലൈറ്റ് അങ്ങ് ക്രാഷ് ചെയ്തേക്കാം എന്ന് തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇന്റൻഷൻ എങ്കിൽ അദ്ദേഹം എന്തിന് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകുന്ന സമയത്ത്, ശരിക്കും പറഞ്ഞാൽ രണ്ട് പൈലറ്റ്സും പരസ്പരം ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്ന സമയം പരസ്പരം അതിനെപ്പറ്റി അവർ സംസാരിക്കും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇത് ഇത് പ്ലെയിൻ ക്രാഷ് ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്യില്ലല്ലോ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അറിയാമല്ലോ, ഇത് ബ്ലാക്ക് ബോക്സിൽ ഇതുപോലെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇവരുടെ കോൺവെർസേഷൻ ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഉള്ള കാരണം ഇദ്ദേഹത്തിനും അറിയാമായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്ലെയിൻ ക്രാഷ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ശരിക്കും ഉദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി ഇത് വളരെ സ്റ്റേബിൾ ആയ സമയത്ത് നോക്കി, ഈ കോ പൈലറ്റ് കാണാത്ത സമയത്ത് നോക്കി ഇദ്ദേഹത്തിന് ചെയ്താൽ പോരായിരുന്നു. ശരിക്കും അങ്ങനെ അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ ഇത് ക്രാഷ് ചെയ്യണം എന്നായിരുന്നു എങ്കിൽ. അതുപോലെ തന്നെ വേറൊരു കാരണം, ഈ കൂടെയുള്ള അദ്ദേഹത്തിന് ഒരു 30 വർഷത്തോളമുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം വളരെ പഠിക്കുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കാമായിട്ടുള്ള നേച്ചർ ആയിട്ടുള്ള ഒരു ആളാണ്. അദ്ദേഹത്തെ ഒരു നല്ല എക്സ്പെർട്ടൈസ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ്, അദ്ദേഹത്തിന്റെ ഫാമിലി, അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്തവരൊക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഏതായാലും സത്യം മാത്രം ജയിക്കട്ടെ.